ആ മട്ടനെ കിടന്ന് തിളക്കുന്ന കണ്ട മക്കളെ ഞാൻ കാണാൻ നോക്കിക്കേ. ഗൈസ്, ഇന്ന് നമ്മളെ മട്ടൻ കറിയാണ്. ഇന്ന് 1.5 കിലോ മട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇട്ടിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 സ്പൂൺ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് 15 മിനിറ്റ് ഇത് മസാല വരട്ടി വെക്കുക. അപ്പോൾ നമ്മളെ കുക്കർ വെക്കുകയാണ്. 15 മിനിറ്റ് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇറച്ചിക്കകത്ത് വെള്ളമുണ്ട്. പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലോട്ട് ഇടുകയാണ്. കുക്കറിലോട്ട് നല്ലോണം മിക്സായി മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. കുക്കറിലോട്ട് ഇട്ട് എന്നിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള വെള്ളം ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾ ഒഴിക്കുക. ഇപ്പൊ വെള്ളമായി. മീഡിയം സ്റ്റീൽ വെക്കാം. മീഡിയം, കുറയുകയും ചെയ്യരുത് കൂടുകയും ചെയ്യരുത്. മീഡിയം സ്റ്റീൽ. എന്നിട്ട് കുക്കർ അടയ്ക്കുകയാണ്. ഇനി ഒരു 5 വിസിൽ അടയ്ക്കുന്നവരെ വെയിറ്റ്. അപ്പോൾ നമ്മൾ മട്ടന മസാലക്കൂട്ട് കൂട്ടുകയാണ്. ഫ്രൈ പാൻ വെച്ചു. ഫ്രൈ പാൻ ചൂടാക്കി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ശകലം പട്ട, 2 ഗ്രാമ്പു, കുരുമുളക്, ഭക്ഷണാല എല്ലാം കൂടെ ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ 1 സ്പൂണ് വലിയ ജീരകം, കേട്ടോ, പെരുംജീരകം ഇട്ട് കൊടുക്കുക. അതും കൊണ്ട് മൂത്ത് അത് കരിഞ്ഞു പോകല്ലേ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധ. കരിഞ്ഞു പോയാൽ അതിൻ്റെ ഗുണങ്ങൾ മൊത്തം പോവും. ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും മട്ടൺ പിന്നെ കുക്കറി വെക്കാൻ നേരം ഇട്ടായിരുന്നു. ബാലൻസ് 1 സ്പൂൺ ഇതിനകത്ത് ചേർക്കുക. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമണം മാറുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. പച്ചമണം ഒക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് പച്ചമണം ഒന്ന് മാറി കഴിയുമ്പോൾ ഒരു 3 സവാളയാണ് എടുത്തേക്കുന്നത്. 3 സവാള ഇട്ട് കൊടുക്കുക. ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ലവണ്ണം വഴറ്റിയെടുക്കുക. തക്കാളിക്ക് പകരം തക്കാളി പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് ഉപയോഗിക്കുന്നുള്ള, ഒരു ലേശം ഉപയോഗിക്കുന്നുള്ള. കൂടുതലായി നമുക്ക് പുളി കൂടും. അതുകൊണ്ട് അപ്പം നമ്മുടെ സവാളയും എല്ലാം ഒന്ന് മൂത്ത് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. 1 സ്പൂണ് 2 സ്പൂണ് മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ ചേർക്കുക. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്ന കുക്കറിനകത്ത് പിന്നെ ശകലം കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എണ്ണ തെളിയുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. എണ്ണ നല്ലോണം ഒന്ന് തെളിയുക. 2 കറിവേപ്പില ഇട്ടാൽ മതി. ആണെങ്കിൽ ഇപ്പോൾ എണ്ണയൊക്കെ നമ്മൾ തെളിഞ്ഞ് വന്നിട്ടുണ്ടോ. നല്ലൊരു മയത്തിലെ ഉള്ളിയെല്ലാം വഴറ്റി കണ്ടോ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. മൊത്തം ഒഴിച്ചു. ഇനി നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുക. ഫ്ലെയിം നല്ലവണ്ണം കൂട്ടി വെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കുക. അവിടെ കളറൊക്കെ നല്ലവണ്ണം വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് റെഡിയായി മട്ടൻ. ഇനി നമ്മൾ ഇതൊരു
15 മിനിറ്റ് അടച്ചു വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിനി ഒന്ന് മൂടി എടുത്ത് നോക്കുകയാണ്. മൂടി എടുത്തു. അതാ മട്ടൻ കിടന്ന് തിളയ്ക്കുന്ന കണ്ടോ മക്കളെ? എന്താണ് കാണണം, നോക്കിക്കേ. അപ്പോൾ ഗ്രേവി വേണ്ടവർക്ക് ഗ്രേവി വേണേ എടുക്കുക, അല്ലാത്തവർക്ക് ഇച്ചിരി കുറുകണമെന്നുണ്ടെങ്കിൽ കുറുക്കിയെടുക്കാം. നമ്മുടെ മട്ടൻ 3/4 ഭാഗത്തോളം ക്ലിയർ ആയിരിക്കുകയാണ്. ഇനി ഒരു ചെറിയൊരു നുറുക്ക് വിദ്യയുണ്ട്, അത് എല്ലാവരും കാണുക. അങ്ങനെ മട്ടൻ നമ്മളെടുത്ത് മാറ്റുന്നു. അടുത്തതായി ഒരു മൺചട്ടി വെക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ മട്ടൻ ഇതിനകത്തോട്ട് കോരുക. മസാലക്കൂട്ടിൻ്റെ രുചി അറിയണമെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് മൺചട്ടിയിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ആക്കുക. സ്വാദിഷ്ടമായ മട്ടൻ കറി റെഡി. മട്ടൻ കറി ചോറും എന്താ കോമ്പിനേഷൻ! മട്ടൻ കറി വിളമ്പാൻ വേണം. ഇത് വെറുതെ കഴിച്ചാൽ പോലും ടേസ്റ്റാണ്. പൊറോട്ട വേണ്ട, ചപ്പാത്തി വേണ്ട, ചോറ് വേണ്ട. ഇതാണ് മട്ടൻ കറി മക്കളെ. എന്നാ ടേസ്റ്റ് മട്ടൻ കറിയാണെന്നറിയോ? നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.